പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 പുതുതായി മലയാളം ഡബ്ബിങ്ങിലടക്കം റിലീസായ കുറച്ച് സിനിമകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചിത്രം ലവ് മീ ഇഫ് യു ഡെയർ. 2024 റിലീസായ റൊമാൻറ്റിക് ഹൊറർ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന തെലുങ്കു മൂവിയാണ് ലവ് മീ ഇഫ് യു ഡെയർ. അരുൺ ഭീമാവരാബു സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ വൈഷ്ണവി ചൈതന്യ, ആശിഷ് റെഡ്ഡി എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു യൂട്യൂബറായിട്ടുള്ള നായകൻ പ്രേതങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഒരു അപ്പാർട്ട്മെൻറ്റിലുള്ള ദിവ്യാവതി എന്ന ഒരു ആത്മാവിനെക്കുറിച്ച് അവൻ അറിയാനിടയാവുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വീഡിയോ എടുക്കാനൊക്കെ അവൻ തീരുമാനിക്കുകയുമാണ്. അതിനെ തുടർന്ന് പിന്നീട് അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. മനുഷ്യനും ഗോസ്റ്റും തമ്മിലുള്ള ഒരു പ്രണയം എന്ന കൺസെപ്റ്റോടെയൊക്കെ റൊമാൻസും ഹൊറർ സസ്പെൻസ് എലമെൻസും ഒക്കെയായി കഥ പറഞ്ഞു പോകുന്ന ഒരു ആവറേജ് തെലുങ്കു റൊമാൻറ്റിക് ത്രില്ലർ ഡ്രാമ മൂവിയാണ് ലവ് മീ ഇഫ് യു ഡെയർ. സിനിമയ്ക്ക് IMDb 4.5 റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. സിനിമ ഇപ്പോൾ മലയാളം ഡബ്ബിംഗ് ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. രണ്ടാമത്തെ ചിത്രം കലിയുഗം പട്ടണം ലോ. 2024 റിലീസായ ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തെലുങ്കു മൂവിയാണ് കലിയുഗം പട്ടണം ലോ. രമാകാന്ത് റെഡ്ഡി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ വിശ്വകാർത്തികേയ, ആയുഷി പട്ടേൽ, ചിത്ര ശുക്ല എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു നഗരത്തിൽ പലവിധത്തിൽ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് അന്വേഷിക്കാനായി ആരംഭിക്കുന്നതും ഒരു ഘട്ടത്തിൽ കേസിൻ്റെ അന്വേഷണങ്ങളൊക്കെ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയിട്ടുള്ള നായകന്മാരിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നതും തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഒരു കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റിൽ ട്വിസ്റ്റും സസ്പെൻസും ഒക്കെയായി കഥ പറഞ്ഞു പോകുന്ന ഒരു ആവറേജ് വൺ ടൈം വാച്ചബിൾ തെലുങ്കു ത്രില്ലർ മൂവിയാണ് കലിയുഗം പട്ടണം ലോ എന്ന് പറയാം. സിനിമയ്ക്ക് IMDb 7.5 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. കലിയുഗം പട്ടണം ലോ എന്ന സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ലഭ്യമാണ്. മൂന്നാമത്തെ ചിത്രം ശ്രീരംഗ നീതുലു. 2024 റിലീസായ റൊമാൻസ് ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തെലുങ്കു മൂവിയാണ് ശ്രീരംഗ നീതുലു. പ്രവീൺ കുമാർ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ റുഹാനി ശർമ്മ, സുഹാസ്, വിരാജ് എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരേ രീതിയിൽ പോകുന്ന 3 വ്യത്യസ്തമായ കഥകളിലൂടെ 4 വ്യത്യസ്തരായ വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെയായി ഒരു ആന്തോളജി മൂവി എന്നതുപോലെ 3 സ്റ്റോറിയെയും അവിടെ ഇവിടെയായി കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു റൊമാൻസ് ഡ്രാമ മൂവിയാണ് ഈ ചിത്രം. പ്രണയവും വ്യത്യസ്തമായ ഇമോഷൻസും കോമഡിയും ഒരു സോഷ്യൽ മെസ്സേജുമൊക്കെയായി കഥ പറഞ്ഞു പോകുന്ന ഒരു വൺ ടൈം വാച്ചബിൾ തെലുങ്കു മൂവിയാണ് ശ്രീരംഗ നീതലു എന്ന് പറയാം. സിനിമയ്ക്ക് IMDb 7.7 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. സിനിമ ഇപ്പോൾ മലയാളം ഡബ്ബിംഗ് ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. നാലാമത്തെ ചിത്രം ദ മിനിസ്റ്ററി ഓഫ് അൺജെന്റിൽമാൻലി വാർഫെയർ. 2024 റിലീസായ ആക്ഷൻ കോമഡി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ് ദ മിനിസ്റ്ററി ഓഫ് അൺജെന്റിൽമാൻലി വാർഫെയർ. ഗൈ റിച്ചി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ ഹെൻറി കാവിൽ, എയ്സ ഗോൺസാലസ് എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, 2ാം ലോക മഹായുദ്ധകാലത്ത് നടക്കുന്ന ഒരു കഥയാണ് ചിത്രം പറയുന്നത്. ജർമ്മൻ പടയുടെ കയ്യിലുള്ള യു-ബോട്ട് എന്ന ഒരു വെപ്പൺ ഇല്ലാതാക്കാനായി ഒരു മിലിറ്ററി സംഘം ഓഫ് ദ റെക്കോർഡിൽ അവരുടെ പ്രദേശത്തേക്ക് പോയി ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആക്കാനായി ശ്രമിക്കുന്നതും അതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ആക്ഷനും കോമഡിയുമൊക്കെയായി എൻ്റർടൈൻമെൻറ്റ് മോഡിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു വാച്ചബിൾ ഇംഗ്ലീഷ് മൂവിയാണ് ദ മിനിസ്റ്ററി ഓഫ് അൺജെന്റിൽമാൻലി വാർഫെയർ എന്ന് പറയാം. സിനിമയ്ക്ക് IMDb 6.8 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. ദ മിനിസ്റ്ററി ഓഫ് അൺജെന്റിൽമാൻലി വാർഫെയർ എന്ന സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. അഞ്ചാമത്തെ ചിത്രം മൈ സ്പൈ ദ എറ്റേണൽ സിറ്റി. 2024 റിലീസായ ആക്ഷൻ കോമഡി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ് മൈ സ്പൈ ദ എറ്റേണൽ സിറ്റി. പീറ്റർ സേഗൽ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ ക്ലോയി കോൾമാൻ, ഡേവ് ബാറ്റിസ്റ്റ, അന്ന ഫാരിസ് എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പൈ ഏജന്റായി വർക്ക് ചെയ്തു വരുന്ന നായകൻ
ഫീൽഡ് വർക്കൊന്നും ചെയ്യാതെ ഓഫീസ് വർക്കൊക്കെയായി സാധാരണമായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അപ്രതീക്ഷിതമായി കിഡ്നാപ്പ് ചെയ്തു പോയ ഒരു കുട്ടിയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു മിഷനായി അവൻ ഇറങ്ങിത്തിരിക്കുന്നതും അതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഒരു സ്ലോ പേസ് ആക്ഷൻ ഡ്രാമ എന്ന രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു ആവറേജ് ഹോളിവുഡ് മൂവിയാണ് മൈ സ്പൈ ദ എറ്റേണൽ സിറ്റി എന്ന് പറയാം. സിനിമയ്ക്ക് IMDb 5.6 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ മലയാളം ഡബ്ബിംഗ് ഉൾപ്പെടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. ആറാമത്തെ ചിത്രം ആക്ട് 1978. 2020 റിലീസായ ത്രില്ലർ ഡ്രാമ അങ്കണത്തിൽപ്പെടുന്ന കന്നഡ മൂവിയാണ് ആക്ട് 1978. മഞ്ജുനാഥ റെഡ്ഡി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ യോഗ്ന ഷെട്ടി, വിജയ് കൃഷ്ണ, അവിനാശ് എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു ഗർഭിണിയായ സ്ത്രീ തനിക്ക് ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കാനുള്ള ഒരു പണത്തിനു വേണ്ടി സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുകയാണ്. ഒരു വിധത്തിലും അവർക്ക് അത് ലഭിക്കുന്നില്ല എന്ന് കണ്ട നിമിഷം അതിനുവേണ്ടി അവർ നേരായ മാർഗമല്ലാതെ മറ്റൊരു വഴി കണ്ടെത്തുന്നതും അതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. സാമൂഹിക പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ ത്രില്ലർ മോഡിൽ അവതരിപ്പിച്ചു പോകുന്ന ഒരു വാച്ചബിൾ കന്നഡ ത്രില്ലർ ഡ്രാമ മൂവിയാണ് ആക്ട് 1978 എന്ന് പറയാം. സിനിമയ്ക്ക് IMDb 7.7 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. ആക്ട് 1978 എന്ന സിനിമ ഇപ്പോൾ മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. ഈ സിനിമകളെല്ലാം തന്നെ മലയാളത്തിലും വ്യത്യസ്ത ഭാഷകളിലുമൊക്കെയായി OTT പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമകളൊക്കെ ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.